ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ബേസ് ചക്ര, ക്രൗൺ ചക്ര, ലൈറ്റ്, ട്രംഫ്, ത്രോട്ട് ചക്ര. ഇന്ന് കുറെ എല്ലാം ചക്ര ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. മൂവിങ് ഓൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. ക്ലവർ, ക്ലോവർ, സോഡ്. നല്ല മെസ്സേജസ് ആണെന്ന് നിങ്ങൾക്ക് സൺഡ്രസ്, ഡു ഇറ്റ് ഫോർ യു ആണ് വന്നിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ട് കിട്ടിയ കാർഡ് ബേസ് ചക്രയാണ്. അപ്പൊ ഇന്ന് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ചക്ര കാർഡുകളാണ്. ബേസ് ചക്ര കിട്ടിയിട്ടുണ്ട്, ക്രൗൺ ചക്ര കിട്ടിയിട്ടുണ്ട്, ത്രോട്ട് ചക്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നത് വലിയ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ബേസ് അത്ര ശക്തമല്ല എന്നുള്ളതാണ്. ഭയം ഉണ്ടായിരിക്കാം. ഇത് റൂട്ട് ചക്ര, മൂലാധാര ചക്രത്തിന്റെ ഒരു കാർഡാണ്. അപ്പം മൂലാധാര ചക്രത്തിൽ പാസ്റ്റിലുള്ള ട്രോമയോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ അത് ഉണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളയണം കേട്ടോ. അത് ക്ലെൻസ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ബേസ് ചക്ര എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ വീട്, അല്ല നമ്മളുടെ ശീലങ്ങൾ, നമ്മളുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മളെ വീട് നമ്മൾ അത്രയും ക്ലെൻസ് ചെയ്യുന്നുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മളുടെ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പം എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാരാണ്, കാരണം എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീക്കിലി വൺസ് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ബേസ്, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതന്നെ നിങ്ങളുടെ ആദ്യത്തെ ഒരു ബേസ് എന്ന് പറയുന്നത്, അവിടുത്തെ കാര്യമാണ് കേട്ടോ. അത് ഒന്ന് നിങ്ങൾ ഡീപ്പായിട്ട് ക്ലിൻസ് ചെയ്യുക. പിന്നെ നമ്മൾ സമ്പത്ത് ഉപയോഗിക്കുന്നത് ആവശ്യമുള്ള കാര്യത്തിന് മാത്രമാണോ എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ ചിലപ്പം നമ്മൾ ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം പൈസ ചിലവാക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. പല ആൾക്കാരും ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല, നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും പറ്റാത്ത ചില കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന, പൈസ വേസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് അത് അത്രയും നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇതുപോലെയാണ് മനസ്സിൻ്റെ ഒരു കാര്യം. നമ്മളുടെ മനസ്സും ശരീരവും നമ്മളുടെ വീടും, അതാണ് ഈ ബേസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് ശ്രദ്ധിക്കുക. വെറും ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, നമ്മൾ അത് കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ വീടിനെ കുറിച്ച്, നമ്മളുടെ വീട്ടിൽ നമ്മൾ മാറ്റേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നമ്മൾ കൂടുതൽ ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, പിന്നെ നമ്മളുടെ ശീലങ്ങൾ എന്തൊക്കെ മാറ്റണം, നമ്മൾ അൺഹെൽത്തി അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഒന്നുമില്ലെങ്കിൽ നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഒരു ദിവസം എൻ്റെ വെയിറ്റിനനുസരിച്ച് വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടോ,
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉറച്ചൊന്ന് നിൽക്കുന്ന സമയം, അതാണ് നമ്മളുടെ ആത്മീയത ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആകണത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്കും ഇതൊരു റൂട്ട് ചക്രയിൽ കുറച്ച് എനർജി വേണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ റൂട്ട് ചക്ര മാത്രമല്ല, ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ ആയിരിക്കുന്നു അത് നമ്മളുടെ റൂട്ടായിട്ട് കാണാം. നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിലായിരിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത് വന്നിട്ടുള്ളത് ക്രൗൺ ചക്രയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സഹസ്രാര ചക്രമാണ്. ഇതിൽ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ എനർജി ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സെൻ്ററാണ് ക്രൗൺ ചക്ര. കാരണം ഈ ക്രൗണിലൂടെയാണ് നമ്മളെപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സഹസ്രാരത്തിലൂടെയാണ് എനർജി പ്രവേശിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങളുടെ ഒരു ബുദ്ധിയെയും കൂടി കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും ആവശ്യമില്ലാതെ പുറത്തന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മളത് പുറത്തല്ല ഉള്ളിൽ തന്നെയാണ് നമുക്കുള്ള ഉത്തരം കിട്ടേണ്ടത് എന്നുള്ളതാണ്. കുറച്ച് സമയം നിശബ്ദമായിട്ടിരുന്ന് ചെറിയ പ്രാർത്ഥനയോ ധ്യാനമോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പം മനസ്സിലുള്ള ഒരു ആശയത്തിന് ഒരു വ്യക്തത വേണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്കൊരു ഉൾവിളി ലഭിക്കും എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് കാമാകണം. ഒന്നും വെപ്രാളം പിടിച്ച് ഓടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഒന്ന് കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് വന്നിട്ടുള്ള നമുക്ക് ത്രോട്ട് ചക്ര നോക്കാം. അപ്പോൾ ഇതില് നിങ്ങൾ പറയാതെ വെച്ചിരുന്ന ഒരു കാര്യം, ചിലപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയണം എന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ കുറേ കാലം കൊണ്ടത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ സൗമ്യമായി സ്നേഹത്തോടെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ, ചിലപ്പോൾ അത് കുട്ടികളോടായിരിക്കും കേട്ടോ. നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നിസ്സഹായരായി പോകുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ചും അത് അമ്മമാർക്കാണ് അങ്ങനെ ഒരു കാര്യമുള്ളത്. കാരണം ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെണ്ട പോലെയാണ് കേട്ടോ. എല്ലായിടത്തു നിന്നുള്ള അടി കിട്ടിക്കൊണ്ടിരിക്കും. കുട്ടികൾ പറയുന്നത് കേൾക്കണം, ഹസ്ബൻഡ് പറയുന്നത് കേൾക്കണം, പിന്നെ ഇവർ വല്ല മിസ്റ്റേക്കും കാണിച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, ഇവർ പറയുന്നതും കേൾക്കണം. അപ്പോൾ ആകെ ഒരു എന്താണ്, ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കും പോലെയാണ് അമ്മമാരുടെ അവസ്ഥ. ഏകദേശം ഏറെക്കുറെ അമ്മമാരുടെ അവസ്ഥ അതാണ്. കാരണം മക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും തുറന്ന് ഹസ്ബൻഡിനോട് പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങളാണ് പഠിപ്പിച്ചത്, നിങ്ങളാണ് വളർത്തിയത് എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വീട്ടിൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങളെല്ലാം പറയൂല. പക്ഷേ ഈ പറയുന്ന സമയം അല്ലെങ്കിൽ അറിയുന്ന സമയം നമ്മളുടെ കൈവിട്ട് പോയിരിക്കും കാര്യങ്ങളൊക്കെയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടോ പറയണമെങ്കിൽ വളരെ സൗമ്യമായിട്ട് ഇന്ന് പറയാൻ ശ്രമിക്കുക. ഇത് കുറേ അമ്മമാർ, കുറേ ഈ കണക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെയും ഒരു പ്രശ്നമാണ് കേട്ടോ ഇത്. കാരണം അമ്മമാർക്കാണ് എപ്പോഴും എല്ലാ കുറ്റങ്ങളും വന്നു ചേരുന്നത് അമ്മമാർക്കാണ്. കാരണം ഇത് മക്കളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് ചീത്തയാക്കി എന്ന് പറയും. എല്ലാവരും പറയും അത് അമ്മ പഠിപ്പിച്ചതാണെന്ന്. അമ്മ പലപ്പോഴും നിസ്സഹായായിരിക്കും. കാരണം ഒരു കാര്യവും സ്ട്രൈറ്റ് ആയിട്ട് അച്ഛനോട് പറയാൻ പറ്റൂല. കാരണം ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഹസ്ബൻഡുമാരെപ്പോഴും ആ ഒരു പ്രശ്നം അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നിസ്സഹായരായ അമ്മമാർ കള്ളം പറയും. അപ്പോൾ അത് അവർക്ക് എപ്പോഴും ഇത് എല്ലാവരുടെയും വായിന്ന് പിന്നീട് വഴക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ നിസ്സഹായരായിരിക്കുന്ന അമ്മമാരുടെ എനർജി. ആ അമ്മമാര് ഇന്ന് സത്യം പറയാം, പക്ഷെ സൗമ്യമായിട്ട് പറയണം കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ പറയാൻ ശ്രമിക്കുക. സ്നേഹത്തോടും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കുട്ടികളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. സമാധാനത്തിൽ സംസാരിക്കുക. ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പറ്റും എന്നാണ് ഈ ത്രോട്ട് ചക്ര പറയുന്നത്. അത് ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് പറയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പറയാൻ ശ്രമിക്കുക. ആരോടായാലും അത് മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ
അടുത്ത് വന്നിട്ടുള്ളത് ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇരുളൊക്കെ മാറി ഒരു പ്രകാശത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. ഇത് ഇന്നത്തെ ദിവസം ഒരു വളരെ ചെറിയൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ ഒരു കാര്യം പോലും അത് നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷ നൽകാം എന്നുള്ളതാണ്. ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് കേട്ടോ ഇന്ന്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു സ്ഥലത്ത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു സഹായം വരുന്ന ഒരു എനർജി, അതൊരു ഹീലിംഗ് ആണ്. അത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നുണ്ടെങ്കിൽ അതിന്ന് എവിടെ നിന്നോ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ആരോടും പറയാൻ പറ്റാതെ നിസ്സഹായരായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഏതോ ഒരു കാര്യത്തിൽ നിന്നൊരു ഹീലിംഗ്, ഇതൊക്കെ ശരിയാവും എന്ന് ഉറപ്പിച്ച് ആരോ നിങ്ങളോട് പറയുന്ന പോലെ ഓരോ ഇത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് വരും. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കൂല. ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും, നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു വലിയ പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ട്രയംഫാണ്. നിങ്ങൾ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ, ഒരു വിജയമാണ് എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരാളെ അല്ല, ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ വിജയം. അപ്പോൾ നമ്മളിപ്പം എപ്പോഴും വിജയം എന്ന് പറയുന്നത് നമ്മളൊരു പുറത്തൊരു കാര്യം അങ്ങ് വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ല. നമ്മൾ ഇന്നലത്തെ നിന്ന് ഇന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറിയാൽ അത് നമ്മളുടെ വിജയമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ നാളേക്ക് ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും കേട്ടോ അത്. പിന്നെ മൂവിങ് ഓൺ ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ചില സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ചില ഓർമ്മകളിൽ നിന്നോ ചില ബന്ധങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചില കുറ്റബോധം, ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മളിൽ തന്നെയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുക. അവയെ വിട്ടുകളയാനാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം നിങ്ങളോട് പറഞ്ഞത് ഇതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ അനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ, പുതിയൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് നടന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ പഴയ സ്ഥലം നിങ്ങൾക്ക് ഒഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ സ്ഥലത്ത് തന്നെ നിന്നാൽ നിങ്ങൾ പുതിയ അനുഗ്രഹങ്ങളുള്ള ഒരിടത്തേക്ക് നിങ്ങൾ എത്തൂല. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ചില കാര്യങ്ങൾ മാറിക്കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് വരുന്നത്. അതാണ് ട്രയംഫ്. കാരണം ചില ഓർമ്മകളായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇതൊരു കുറ്റബോധവും ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കാണുന്നത്. പിന്നെ ക്ലോവറാണ് വന്നിട്ടുള്ളത്. ഇതും അതാണ്, നിങ്ങളുടെ റിലീസ് യുവർ ഗിൽറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് കുറേ ആൾക്കാർ നിങ്ങൾ ചുമന്ന് നടക്കുന്ന ഒരു ഭയം, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഭയം, അത് ഇന്ന് ഇറക്കി വെക്കണം. ഒരു ഭാരം നിങ്ങൾ ഇറക്കി വെക്കണം എന്നുള്ളതാണ്. ഇതിൽ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇതൊക്കെ എൻ്റെ തെറ്റായിരുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയുക. ഇത് അല്ലെങ്കിൽ വേറെ ഒരാളിനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് അവരെ പോലെ ആവാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഗിൽറ്റ്, നമ്മൾ കുറ്റബോധം കൊണ്ട് കിടക്കുന്നു എന്ന് പറയില്ലേ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, അത് തന്നെയാണ് ഇതിൽ ഒരു കോറായിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് അത് വളരെ വലിയ കുറ്റബോധമായിട്ട് നിങ്ങൾ കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ അത് വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾ ഗിൽറ്റ് റിലീസ് ചെയ്ത് കളയുക. ഇത് നിങ്ങളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മനസ്സിലാക്കുക. ഇന്ന് ആ ഒരു ബന്ധനത്തിലാണ് നിങ്ങളെങ്കിൽ ആ ബന്ധനം മുറിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. സോഡാണ്, മേക്ക് ദി ചേഞ്ച് ആണ്. നിങ്ങളെപ്പോഴും ഇത് മാറ്റം വരട്ടെ, സമയം അനുകൂലമാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട, നിങ്ങൾ തന്നെ മാറ്റം വരുത്താൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പം മറ്റുള്ളവർ മാറിയിട്ട് നമുക്ക് മാറാമെന്നോ അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും അനുകൂലമായൊരു സമയം വന്നതിന് ശേഷം ഞാൻ മാറാമെന്നോ ഒക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ്. അങ്ങനെയല്ല,
ഇതൊന്നും നമ്മളിലേക്ക് വന്നു ചേരാൻ പോകണില്ല. നമ്മളൊരു മാറ്റത്തിന് തുടക്കം നമ്മൾ കുറിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഒന്ന് ചേഞ്ചിന് വേണ്ടി ഹെയർ കട്ട് ചെയ്യാൻ പോകണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പം നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ എപ്പോഴും നമ്മൾ അപ്പിയറൻസ് മാറുന്നത് നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോഴാണ്. ഒരുപാട് കുറ്റബോധത്തിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇന്ന് എനിക്കൊരു ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്, ഇന്ന് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം, അപ്പോൾ എൻ്റെ ഒരു അപ്പിയറൻസിൽ മാറ്റം വരണം. അപ്പോൾ കുറേ ആൾക്കാർ ഹെയറിൽ കളർ ചെയ്യാനോ അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യാനോ അപ്പിയറൻസിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, ഡ്രസ്സിൽ മാറ്റം വരുത്തുന്നു, അങ്ങനെയൊക്കെ ഒരു നമുക്ക് പഴയ പാറ്റേൺ അല്ല, ഇനി എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ എൻ്റെ ആ ഒരു അപ്പിയറൻസ് മാറാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു. ഒരു അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു പുതിയ ശീലം തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചില ആൾക്കാർക്ക് ഇതിൽ ചില കാര്യങ്ങൾ നോ പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ നോ പറയാതെ ഇത്രയും കാലം കൊണ്ടു നടന്ന ചില കാര്യങ്ങൾ ഞാൻ നോ പറഞ്ഞേ പറ്റൂ, എനിക്ക് ഇത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ നോ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇത് ഇന്ന് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ സൺഡ്രസ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഡു ഇറ്റ് ഫോർ യു ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഗൗരവത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെ വേണ്ട എന്നാണ് കേട്ടോ. നമ്മൾ അത്രയും ഗൗരവമായിട്ട് കാണേണ്ട ആവശ്യമില്ല നമ്മളുടെ ലൈഫിനെ. നമ്മളൊന്ന് ചിരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. ശരിക്കും നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങുന്നത് വലിയ സംഭവങ്ങൾ വരുമ്പോഴല്ല, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ളതിൽ നിന്നും എനിക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റത്തിൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയാലും ഞാൻ സന്തോഷിക്കും. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരണം എന്നാണ് കാണുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ആദ്യം നമ്മൾ സന്തോഷിക്കേണ്ടത്. അതിൽ നിന്നാണ് നമുക്ക് മാറ്റം വരുന്നത്. അല്ലാതെ ഏറ്റവും ആഗ്രഹിച്ച കാര്യം നടന്നതിന് ശേഷം ഞാൻ സന്തോഷിക്കാം, ഇതൊക്കെ വെറും ചെറിയ കാര്യമില്ലേ, ഇതിലൊക്കെ സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് വിചാരിക്കാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുക. അതിപ്പം മറ്റുള്ളവരോട് പറയണമെന്നില്ല, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്, നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇതില് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഇപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മഴ കൊള്ളാൻ ശ്രമിക്കുക. ഇപ്പം മഴയുണ്ട്, ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കുഞ്ഞു കാലത്തായിരിക്കും എപ്പോഴെങ്കിലും ഒന്ന് മഴ കൊണ്ടിട്ടുള്ളത്. അപ്പം ജലദോഷം വരുമെന്നോ പനി വരുമെന്നോ ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ മഴയൊന്നും കൊള്ളാതിരിക്കുന്ന ആൾക്കാരാണ്. അത് എത്ര പ്രായാലും വേണ്ടൂല കേട്ടോ. എനിക്ക് വയ്യാതെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒരു ദിവസം ഒന്ന് മഴ കൊള്ളാൻ ശ്രമിക്കുക. നമ്മളുടെ മനസ്സത് ആഗ്രഹിക്കുന്നു, നമ്മളുടെ ഉള്ളിലെ ആ കുഞ്ഞ് അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെരുപ്പിടാതെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക, ബെയർഫൂട്ടിൽ നടക്കാൻ ശ്രമിക്കുക, നല്ലതാണത്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പൂക്കളോടും ചെടികളോടും പക്ഷികളോടും ഒക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു ആനന്ദം കൊണ്ടുവരും. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ട്, നമ്മളുടെ മുറ്റത്ത് ചെടികളുണ്ട്, നമ്മളുടെ വീട്ടിൽ കായ്ക്കുന്ന മാവോ പ്ലാവോ ഒക്കെ ഉണ്ട്, പേരയോ ഒക്കെ ഉണ്ട്. അപ്പം ഇതിനോടൊക്കെ നമ്മളൊന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിനോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ റിയാക്ട് ചെയ്യട്ടോ. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ജീവിതം എത്ര മനോഹരമാണ്, നമ്മളിതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഇതൊക്കെ എന്ന് വിചാരിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വളരെ സുന്ദരമായിരിക്കട്ടെ, വളരെ മനോഹരമായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ദിവസം. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ടാരോ എന്ന് പറയുന്നത് എപ്പോഴും ടൈംലെസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഡേറ്റ് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡിവൈൻ മെസ്സേജിന് ഡേറ്റ് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും ആ ഒരു എനർജിയാണത്. അത് ജ്യോതിഷം പോലെ അല്ല, എനർജിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ടാരോ റീഡിങ്സ് ഒക്കെയും ടൈംലെസ് ആണ്. അത് ഏതിപ്പം പൗർണമിയുടെയും അമാവാസിയുടെ റീഡിങ്സ് വന്നപ്പോൾ നിങ്ങൾ എപ്പോഴാണോ അത് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആ എനർജി കണക്റ്റ് ആവും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ടൈംലെസ് റീഡിംഗ് ആണ്. പിന്നെ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് അത് ടൈം വെക്കാത്തത്, ഡേറ്റ് വെക്കാത്തത്. അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്
ഇത് ഈ ഡിവൈൻ മെസ്സേജ് പോലും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഇതിപ്പം ഒരേപോലെ ഡിവൈൻ മെസ്സേജ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഈ ആവർത്തിച്ച് ഇതേ ഒരേ തമ്പനയിലും ഒക്കെ വരുമ്പോൾ യൂട്യൂബ് അത് റീയൂസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ഡേറ്റ് വയ്ക്കുന്നത്. അല്ലാതെ ഡേറ്റിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് ഈ കാർഡുകളിലൂടെ നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.